മക്കൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എല്ലാവരും. The following information relates to the business of Mr. Shivakumar, who requests you to prepare a trading and profit and loss account, okay, and balance sheet. ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. there is a purchase ഇല്ലാണ്ട് അസറ്റിന്റെ വാല്യൂ കൂടൂല. ഓക്കെ, ഫർണിച്ചർ 8000 രൂപയാണ് കൂടിയത്. ബട്ട് നമുക്ക് 8000 പറയാൻ പറ്റൂല, കാരണം ഡിപ്രീസിയേഷൻ ഒക്കെ ചാർജ് ചെയ്ത് അത്രയാണ് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, നമുക്ക് നോക്കാം. മോട്ടോർ കാർ നോ ചേഞ്ച്, ദാറ്റ് മീൻസ് എന്താണ്, അതായത് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെർച്ചേസും ഇല്ല സെയിലും ഇല്ല. ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് നോക്കാം, അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, പിന്നെ ഇൻവെന്ററി ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഒരു പ്രോബ്ലം, അതായത് അതിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് അക്കൗണ്ട് റിപ്പയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. മക്കളെ, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ് ഒന്നിച്ചിട്ടാണ്. ഓക്കെ, ക്യാഷിനെ ആൻഡ് ക്യാഷ് ബാങ്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വേറെയാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് മാത്രം. ഓക്കെ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ 4 ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മിനിമം 1 ഇത് 3 പിന്നെ 4 5 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. പിന്നെ അതിന്റെ കൂടെ അസറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ, സെയിൽ ഓഫ് ഓൾ ദി ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മിസ്ലേനിയസ് ഇൻകം, ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽ ഓഫ് ഓൾ ദി ന്യൂസ് പേപ്പർ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം സെയിൽ ഓഫ് ഓൾ ദി ന്യൂസ് പേപ്പർ എന്നെല്ലാം പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്, ഈ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യും. മിസ്ലേനിയസ് ട്രേഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് സാലറി 80,000. നമ്മൾ ഈ കൊല്ലം പേ ചെയ്ത ട്രേഡ് എക്സ്പെൻസിന്റെ എമൗണ്ട് എത്രയാ, 80,000. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നും പറയുന്നില്ലെങ്കിൽ ഈ കൊല്ലം പേ ചെയ്ത് തന്നെയാണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, നെക്സ്റ്റ് കളക്ഷൻ ഫ്രോം ഡെപ്റ്റേഴ്സ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്. ക്യാഷ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, മക്കൾ ഇത് അലൈൻമെന്റ് തെറ്റിപ്പോയതാണ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് 1,84,000, ജേർണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. നെക്സ്റ്റ് ക്യാഷ് സെയിൽ, ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ്. മക്കളെ, ഡെപ്റ്റേഴ്സിന്റെ ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് ടോട്ടൽ സെയിൽ കിട്ടും. ഓക്കെ, ഇതാണ് ടാർഗറ്റ്സ്. ബിൽസ് റിസീവബിൾ ഡ്രോൺ ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറയുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡെപ്റ്റേഴ്സ്, ഡ്രോ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി. ബിൽസ് പേയബിൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താണ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് പേയബിൾ. സം ഐറ്റംസ് ഓഫ് ഓൾഡ് ഫർണിച്ചർ whose written down value as on 31st March 2016 was 20,000. 20,000 രൂപയാണ് അതിന്റെ എന്ത്, 31 മാർച്ച് 2016 അതിന്റെ വാല്യൂ എത്രയാണ്, 20,000 രൂപ. അത് എത്ര പൈസക്ക് വിറ്റു, 8,000 രൂപക്ക് വിറ്റു. മക്കളെ, അങ്ങനെയാണെങ്കിൽ അതിലുള്ള ലാഭവും നഷ്ടവും കണ്ടുപിടിക്കണം. മക്കളെ, ലാഭവും നഷ്ടവും എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽ വാല്യൂ മൈനസ് ബുക്ക് വാല്യൂ. നെഗറ്റീവ് ആണെങ്കിൽ ലോസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പണ്ടേ പറഞ്ഞതാണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡ് ഓൺ ബിൽഡിംഗ് ആൻഡ് മെഷീനറി ഫർണിച്ചർ അറ്റ് 10% per annum and on motor car at 20% per annum. Depreciation of sale of furniture to be provided for 6 months. ഓക്കെ, അതായത് വിറ്റ അസറ്റ് നമ്മൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, കാരണം ഡേറ്റ് പറയാത്തതുകൊണ്ട്. ഓക്കെ, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തായാലും ചെയ്യും. ഓക്കെ, പിന്നെ ആൻഡ് ഫോർ എഡീഷൻ ബിൽഡിംഗ് ഫോർ ഹോൾ ഇയർ, അതായത് ബിൽഡിംഗ് എഡീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്ന് പറയും. കാരണം ഡേറ്റ് തരാത്തതുകൊണ്ടാണ്. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അസറ്റ് വാങ്ങിച്ച ഡേറ്റ് മുതൽ ഇയർ എൻഡ് വരെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഇവിടെ എഡീഷൻ സ്പെസിഫിക് ഡേറ്റ് തരാത്തതുകൊണ്ട് ഫുൾ ഇയറിലേക്ക് അവർ പറയും. ഓക്കെ, നെക്സ്റ്റ് ഓഫ് ദി ഡെപ്റ്റേഴ്സ് എ സം ഓഫ് 8,000 should be written off as bad debt. Journal entry bad debt account debited to debtors, profit and loss account debited to bad debt. And the reserve for doubtful debts is to be provided at 2%. Journal entry profit and loss account debited to provision for bad debt. Shivakumar has been maintaining a steady gross profit rate of 30% on turnover. Sales in 30% turnover gross profit കണ്ടുപിടിക്കാം. പിന്നെ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. മക്കളെ,
ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് ഓപ്പണിംഗും പറയുന്നുണ്ട് ക്ലോസിംഗും പറയുന്നുണ്ട്. മക്കളെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, സാലറി എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ഇത് ആഡും മൈനസും ചെയ്യണം. എന്താ ചെയ്യേണ്ടത് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം, on 31st March 2016 profit and loss account has a credit balance of 40,000. മക്കളെ ജനറൽ റിസർവ് എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെച്ചത് എന്തിനു വേണ്ടിയിട്ട്, ജനറൽ ആയിട്ട് എന്തെങ്കിലും കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്, ബട്ട് ഒരു മാറ്റേ ഉള്ളൂ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നാണ് അതിനെ പറയാം. പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത എമൗണ്ട് ആണ് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി സൈഡ്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി സൈഡ്, ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡ്. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, നമ്മൾ ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്, ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യണം. എവിടാ, ലയബിലിറ്റി സൈഡ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി സൈഡാണ്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യണം, വേറെ ഒന്നും പറയാത്തതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയുന്നത് 20% ഓഫ് ടോട്ടൽ സെയിൽസ് ആൻഡ് പർച്ചേസ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ക്യാഷ്. ക്യാഷ് സെയിലും ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. എന്തിന്റെ, ടോട്ടൽ സെയിൽസിന്റെ. ടോട്ടൽ സെയിൽസിന്റെ 20% ആണ് ക്യാഷ് സെയിൽസ്. ടോട്ടൽ സെയിൽസിന്റെ 20% ആണ് ക്യാഷ് സെയിൽസ്. ടോട്ടൽ പർച്ചേസിന്റെ 20% ആണ് ക്യാഷ് പർച്ചേസ്. ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് പർച്ചേസും കണ്ടുപിടിക്കാം, ടോട്ടൽ പർച്ചേസും കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് പറയുന്നത് addition in furniture account took place in the beginning of the year. ഫർണിച്ചർ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊല്ലത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് വാങ്ങിച്ചത്, അതായത് ഡിപ്രീസിയേഷൻ ഒരു കൊല്ലത്തേക്ക് മൊത്തം ചാർജ് ചെയ്യണം. There was no opening provision for doubtful debts. അതായത് അവിടെ എന്തില്ല, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സിന്റെ പ്രൊവിഷൻ ഇല്ല, ഓപ്പണിംഗ് ബാലൻസ് ഒന്നും. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യണം. ഞാൻ ഓൾറെഡി ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ബാലൻസ് ഷീറ്റ് കാണിച്ചു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കാണിച്ചു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇന്നർ കോട്ടി കാണിച്ചു. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയാം മക്കളെ. ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസിന് രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ക്ലോസിംഗ് ബാലൻസിന് രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ബട്ട് അങ്ങനെ രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒറ്റ ട്രീറ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തത് ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ് 60,000, ക്ലോസിംഗ് ബാലൻസ് ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഫർണിച്ചറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു വർക്കിംഗ് നോട്ട് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഫർണിച്ചർ. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ്. മക്കളെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണമെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതാണ് നല്ലത്. That will be comfortable. Okay, mandatory ഒന്നല്ല. To balance brought down 60,000 രൂപ. ഓക്കെ, 60,000 രൂപ. മക്കളെ മനസ്സിലാക്കേണ്ടത് ഈ 68 രൂപ എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂ ആണ്, വിത്തൗട്ട് ഡിപ്രീസിയേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, വിത്തൗട്ട് ഡിപ്രീസിയേഷൻ ആണ്. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മോട്ടോർ കാർ 80,000 ആണ്. മോട്ടോർ കാർ 80,000 എന്ന് പറയുന്നത് ഞാൻ ബാലൻസ് ഷീറ്റിൽ ഔട്ടർ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഇന്നർ കോളത്തിൽ കാണിച്ചു, കാരണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. മറ്റേത് ഔട്ടർ കോളത്തിൽ കാണിച്ചു. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻവെന്ററി ആണ്. ഓപ്പണിംഗ് ബാലൻസ് തന്നില്ല, പക്ഷേ ഞാൻ അവിടെ ഒരു സ്പേസ് വിട്ടു. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എഴുതി വെച്ചു. ഓക്കെ, പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഞാൻ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിച്ചു, എന്റെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും കാണിച്ചു. 40,000 rupees. ഓക്കെ, എത്ര പൈസ, 40,000 rupees. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ബിൽസ് പേബിൾ ആണ്. ബിൽസ് പേബിൾ എന്ന് പറയുന്നത് വെച്ചാൽ ലയബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. മക്കളെ ഏത് ഐറ്റത്തിന് രണ്ട് ട്രീറ്റ്മെന്റ് വരും. ഓക്കെ, ഇതൊരു ബോക്സിൽ തന്നെ വിചാരിച്ചിട്ട് ട്രയൽ ബാലൻസ് അല്ല, അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ലൈക്ക് ബാലൻസ് ഷീറ്റ് അല്ല. ബോക്സിൽ തന്നാലും രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്, മറക്കരുത്. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് അക്കൗണ്ടും കാണിച്ചു. അതേപോലെ
സോറി രണ്ടും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ലെഡ്ജർ അക്കൗണ്ടും കാണിച്ചു, അതേപോലെ ബാലൻസ് ഷീറ്റിലും കാണിച്ചു. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിന് ഹെഡിങ് എന്തായാലും കൊടുത്തു വെച്ചു, കാരണം മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട്. ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്ത്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കാണിച്ചു, ടു ബാലൻസ് എമൗണ്ടും കാണിച്ചു. ബിൽസ് റിസീവബിൾ ഓപ്പണിംഗ് ബാലൻസും കാണിച്ചു, ക്ലോസിംഗ് ബാലൻസും കാണിച്ചു, ലെഡ്ജർ അക്കൗണ്ടും കാണിച്ചു, അതേപോലെ ബാലൻസ് ഷീറ്റും കാണിച്ചു. പിന്നെ അതിനുശേഷം സൺട്രി ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിച്ചു. ക്ലോസിംഗ് ബാലൻസ് ഞാൻ ജസ്റ്റ് പേര് മാത്രമേ വെച്ചു, മറക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ എപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം, കാരണം നമ്മൾ ആൻസർ തെറ്റാൻ പറ്റില്ല. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് മക്കളെ, ഇതെല്ലാം ഞാൻ അപ്പം ട്രീറ്റ് ചെയ്യുന്നത് രണ്ടിടത്ത് പോസ്റ്റിംഗ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ആ ബോക്സ് കാര്യങ്ങളോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എഴുതിയ എമൗണ്ട് ഒക്കെ ഞാൻ എന്ത് ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു, കാരണം ഇത് പറയാൻ കാരണം വെച്ചാൽ ജസ്റ്റ് ബൈ ഹാർട്ട് അല്ല എന്ന് പറയാൻ വേണ്ടിയില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ചെയ്യാം. അതായത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ നമുക്ക് 20,000 rupees. മക്കളെ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ പറയുന്ന നോമിനൽ അക്കൗണ്ട് ആയിട്ട് അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, PL അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 20,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞ മിസ്ലേനിയസ് ട്രേഡ് എക്സ്പെൻസ് ആണ് ജേർണൽ എൻട്രി ബൈ ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ട് എടുത്തിട്ട് ബാങ്ക് ആണ് ബൈ ട്രേഡ് എക്സ്പെൻസ് എത്രയാണ്, 80,000 rupees. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ ആ എമൗണ്ട് എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കാം, P&L അക്കൗണ്ട് എടുത്തിട്ട് ട്രേഡ് എക്സ്പെൻസ്. മക്കളൊരു കാര്യമുണ്ട്, ഈ ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, കാരണം അത് ഇൻക്ലൂഡിങ് സാലറി ആണ്. സാലറി പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം അവിടെ നോട്ട് ചെയ്ത് വെക്കാം, ഇന്നർ കോളത്തിൽ കാണിക്കാം. അഡ്ജസ്റ്റ്മെന്റ് ഉള്ള കാര്യം എപ്പോൾ ഇന്നർ കോളത്തിൽ. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സിന്റെ ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഡെപ്റ്റേഴ്സ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഡെപ്റ്റേഴ്സ്, അത് എത്രയാണ് എമൗണ്ട്, 2 lakh rupees. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, അതേപോലെ കാണിക്കാം, ബൈ ബാങ്ക് ഓർ ക്യാഷ് വാട്ടെവർ മേ ബി 2 lakh rupees. നെക്സ്റ്റ് ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. മക്കളെ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ക്യാഷ് ബൈ പർച്ചേസ് എത്ര എമൗണ്ട്, 48,000 രൂപ. മക്കളെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടാണ്. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ 2 പർച്ചേസും കാണിക്കണം. ഓക്കെ, ക്യാഷ് പർച്ചേസും കാണിക്കണം, ക്രെഡിറ്റ് പർച്ചേസും കാണിക്കണം. അതുകൊണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2 പർച്ചേസ്, ക്യാഷ് പർച്ചേസ് 48,000 രൂപ. നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറെ എങ്ങനെയും ചെയ്യരുത്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ജേർണൽ എൻട്രി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എത്ര എമൗണ്ട്, 1,84,000. ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് എവിടെയും ട്രീറ്റ് ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ട്രീറ്റ് ചെയ്യണം, ടു ബാങ്ക് 1,84,000. മക്കളെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി ക്യാഷ് സെയിൽസിനാണ്. ക്യാഷ് സെയിൽസിന്റെ ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് 80,000. ഇവിടെ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പോകണം, ബട്ട് ക്യാഷ് സെയിൽസ് മാത്രമല്ല ബോത്ത് സെയിൽസ് പോകണം. അതുകൊണ്ട് അതിനും ഒരു വർക്കിംഗ് നോട്ട് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 3 സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് 80,000. മക്കളെ, ഇതൊന്നും മാൻഡേറ്ററി അല്ല ചില വർക്കിംഗ് നോട്ട് ഒന്നും, ബട്ട് ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി അടുത്ത ഇൻഫോർമേഷൻ ബിൽസ് റിസീവബിൾ ഡ്രോൺ ഡ്യൂറിംഗ് ദ ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ ഡ്രോ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, എത്ര എമൗണ്ട്, 20,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവബിൾ എന്നിട്ട് കാണിക്കുക 20,000 രൂപ. മക്കൾ, അടുത്ത ബിൽസ് പേബിൾ ആക്സെപ്റ്റ് ചെയ്തതിന്റെ ജേർണൽ എൻട്രി, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് പേബിൾ ബൈ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇതെല്ലാം 60,000 rupees. മക്കൾ, ഇതെല്ലാം ജേർണൽ എൻട്രി ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എവിടുന്നോ എന്തെങ്കിലും എമൗണ്ട് എടുത്ത് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കും. പല ആൾക്കുള്ള ഡൗട്ടാണ് ഞാൻ അടുത്തത്. ഓക്കെ, സം ഐറ്റംസ് ഓഫ് ഓൾഡ് ഫർണിച്ചർ ഹൂസ് റിട്ടേൺ ഓൺ വാല്യൂ ഓൺ 31 March 2016 വാസ് 20,000. മക്കളെ, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. ഓക്കെ, എത്രയാണ്, 60,000 രൂപ.
അതിലുള്ള ഒരു 20,000 രൂപന്റെ അസറ്റ് നമ്മൾ വിറ്റു എന്നാ പറയും. അതും 6 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് സോൾഡ്. ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓക്കെ, ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് സോൾഡ് ആസ് ഓൺ 31/3/2016 എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ലെസ് ഡിപ്രീസിയേഷൻ, കാരണം ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, 6 മാസത്തേക്ക് ചാർജ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ ടിൽ 30/9/2016 അത്രയാണ് എമൗണ്ട്. അതായത് നമ്മളോട് പറയുന്നത് വെച്ചാൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫേർണിച്ചറിന്റെ മേലെ 10%, 10% ഫോർ 6 months, 20,000 10% ഫോർ 6 months എന്ന് പറയുമ്പോൾ 2,000 rupees. അതായത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 19,000 ആണ്. ശരിക്കും ബുക്ക് വാല്യൂ എത്രയാ, 19,000. മക്കളെ ശ്രദ്ധിക്കണേ എല്ലാവരും. ലോസ് എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ മൈനസ് സെയിൽ വാല്യൂ ആണ്. ബുക്ക് വാല്യൂ 19,000 മൈനസ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 8,000 രൂപയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11,000. എത്രയാണ്, 11,000. മക്കളെ 11,000 നമ്മുടെ ലോസ് ആണ്. ജേർണലിൽ നമുക്ക് പാസ് ചെയ്യാം. ശ്രദ്ധിച്ച എല്ലാവരും. ബൈ ക്യാഷ് 8,000 രൂപ, 8,000 രൂപ നമുക്ക് കിട്ടുന്നത്. ബൈ ഡിപ്രീസിയേഷൻ 20,000 രൂപന്റെ അസറ്റ് വിറ്റതിന്റെ ജേർണൽ നമ്മളിപ്പോ പാസ് ചെയ്യുന്നു. ക്യാഷ് 8,000 രൂപ, 1,000 രൂപ ഡിപ്രീസിയേഷൻ ബൈ ലോസ് 11,000 രൂപ. മക്കളെ ഈ ജേർണൽ മനസ്സിലാകുന്നു. മക്കളെ പറയുന്ന മനസ്സിലാകുന്നില്ല. 60,000 അസറ്റാണ് നമ്മളെടുത്ത് ഉണ്ടായത്. അതിൽ 20,000 രൂപ അസറ്റ് വിറ്റു. എന്നാൽ ശരിക്കും നമ്മുടെ അടുത്ത് 40,000 അസറ്റാണ് വേണ്ടത്. ബട്ട് നമ്മൾ അസറ്റ് 68,000 ഉള്ളത്. എന്നാൽ 28,000 പർച്ചേസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പോയത് പർച്ചേസ് ചെയ്ത് 28,000 ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 28,000. ഓക്കെ, ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 28,000. പിന്നെ അപ്പം തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ബൈ ഫർണിച്ചർ 28,000 രൂപ. മക്കളെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. മക്കളെ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 40,000 മേലെയും ചാർജ് ചെയ്യണം, 28,000 മേലെയും ചാർജ് ചെയ്യണം. ഇത് രണ്ടിന്റെ മേലെയാണ് ചാർജ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. 40,000 എന്നാണ് നമ്മളടുത്ത് പണ്ടേ ഉള്ള അസറ്റ്, 28,000 നമ്മൾ വാങ്ങിച്ച അസറ്റ്. നമ്മൾ എന്താ പറയുന്നത്, ഇത് രണ്ടും ഒരു കൊല്ലത്തേക്ക് ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 68,000 into 10%. മക്കളെ 68,000 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ടല്ല, ചിന്തിക്കണം. ഓക്കെ, 40,000 28,000. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,800. എന്നാൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 6,800 പ്ലസ് നമ്മൾ നേരത്തെ പെൻഡിങ് വെച്ച 1,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,800. 7,800 ആണ് ഡിപ്രീസിയേഷൻ. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ P&L അക്കൗണ്ട് എടുക്കുക. ഓക്കെ, P&L അക്കൗണ്ട് എടുക്കുക. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ കേസിൽ 7,800. ഓക്കെ, നമ്മൾ അപ്പം തന്നെ അത് എന്ത് ചെയ്യാം, ഫർണിച്ചർ അക്കൗണ്ട് കാണിക്കണം മക്കളെ. ബൈ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി 1,000 കാണിച്ചിട്ടുണ്ട്. 1,000 കൂടി കാണിച്ചാൽ 6,800 കൂടി കാണിച്ചാൽ മതി. then you will get by balance carried on. ബൈ ബാലൻസ് carried on എന്ന് പറയുന്നത് 68,000 10% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 61,200. ഓക്കെ, 61,200 കിട്ടും ബാലൻസ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് നമ്പർ നിങ്ങൾ എത്രയാണോ വർക്കിംഗ് നോട്ട് കൊടുക്കുന്നത് അത് കൊടുക്കുക. 61,200 എന്നിട്ട് വാല്യൂ. മക്കളെ നമ്മൾ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, എല്ലാം ട്രീറ്റ് ചെയ്തു. അത് റിലേറ്റഡ് ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ബില്ലിംഗ് ആണ്. ബില്ലിംഗ് എന്ന് പറയുന്നത് ഒന്നും പറയുന്നില്ല. ബില്ലിംഗ് നിങ്ങൾ എന്ത് ചെയ്യാം, ബില്ലിംഗ് നമ്മളോട് പർച്ചേസ് ഉണ്ട്, ബട്ട് എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ നമ്മളോട് അത് ഫുൾ ഇയറിലേക്ക് പ്രൊവൈഡ് ചെയ്യാനാണ്. ലെസ് ഡിപ്രീസിയേഷൻ. അസറ്റ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ടൈം വേസ്റ്റ് ആക്കരുത്. ഡിപ്രീസിയേഷൻ നമ്മളോട് പറയുന്നത് 10% ആണ്. ദാറ്റ് ഈസ് 36,000. 3,60,000 36,000 മൈനസ് ചെയ്താൽ 3,24,000 കിട്ടും. അപ്പം തന്നെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം, 36,000 നമ്മൾ
PNL അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുക. അതാണ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് മോട്ടോർ കാറാണ്. മോട്ടോർ കാറിനും അതേപോലെ ലെസ് ഡിപ്രീസിയേഷൻ. ഇവിടെ 20% ആണ് മക്കളെ. 20% എന്ന് പറഞ്ഞാൽ 16,000 വരും. That is equal to 64,000 റിമൈനിങ് ഫിഗർ വരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഔട്ടർ ക്വാളിറ്റി അതിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പർച്ചേസ് ഒന്നുമില്ല. എത്രയാണ് 16,000 മോട്ടോർ കാറിൽ ട്രീറ്റ് ചെയ്യുക. മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ, ബിൽഡിംഗ് എന്ന് പറയുന്നത് 3,20,000 3,60,000 ആയി. നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എസ്യൂം ചെയ്യുന്നത് അത് ക്യാഷ് പർച്ചേസ് ആണ്. ബൈ ബിൽഡിംഗ് 3,60,000 മൈനസ് 3,20,000. കാരണം ഓപ്പണിംഗ് ബാലൻസ് 3,20,000 ഉള്ളത്. അത് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യാൻ നമ്മളോട് ഒന്നും പറയുന്നതിന് ക്യാഷ് പർച്ചേസ് ആണ് 40,000 രൂപ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോ. ഓക്കെ, കാരണം ട്രീറ്റ്മെന്റ് ആണ്, എല്ലാം രണ്ട് എഫക്റ്റ് ആണ് എല്ലായിടത്തും കാണിക്കുന്നത്, ഒന്നും എക്സ്ട്രാ ഇല്ല. സാധാരണ നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്താന്ന് വേണമെങ്കിൽ അതും ചെയ്തു തരാം. ബിൽഡിംഗ് അക്കൗണ്ട് to balance brought down 3.2 lakhs by depreciation 36,000 by balance carried down 3,24,000 3.24 lakhs. ഓക്കെ, പിന്നെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3,60,000 ആണ് വാല്യൂ വരുന്നത് ടു ക്യാഷ്. എത്രയാണ്? 40K. ഇതാണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്തത്. ബിൽഡിംഗ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്തു, അതേപോലെ ക്യാഷ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്തു. പക്ഷെ ഒന്നും ഞാൻ വെറുതെ എന്ത് ചെയ്തില്ല. ബട്ട് ഇത് എക്സാം പോയിന്റ് ഓഫ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന പിന്നെ 3 മണിക്കൂർ അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് മാത്രം ചെയ്യേണ്ടി. ഓക്കെ, അപ്പൊ ഇതൊന്നും വേണ്ട. ഓക്കെ, ചിന്തിച്ചാൽ മാത്രം. ഡിപ്രീസിയേഷൻ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അവിടെ നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ഇനി അടുത്തത് ഓക്കെ, അടുത്ത ഡെപ്റ്റേഴ്സ് റിലേറ്റഡ് ആണ്. ബാഡ് ഡെപ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ബാഡ് ഡെപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് ബൈ ബാഡ് ഡെപ്റ്റ്സ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ്സ് എത്ര എമൗണ്ട്? ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം. ടു ബാഡ് ഡെപ്റ്റ്സ് 8,000 rupees. എത്രയാണ്? 8,000 rupees. ഓക്കെ, 8,000 rupees. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ എന്ന് പറയുന്നത് ജേർണൽ എൻട്രി to P&L account up to provision for doubtful debts. ഓക്കെ, നമുക്ക് എമൗണ്ട് അറിയില്ല കാരണം ക്ലോസിംഗ് ബാലൻസിന്റെ മേലെയാണ് എടുക്കേണ്ടത് മക്കളെ. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്റ്റേഴ്സിന് ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് മൈനസ് ചെയ്യാം. ബട്ട് എമൗണ്ട് അറിയില്ല. കാരണം എന്താ? ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസിന്റെ മേലെ നമ്മൾ പ്രൊവിഷൻ എടുക്കേണ്ടത്, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് അറിയില്ല. വെയിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 30% ആണ് മൈൻഡിൽ നമുക്ക് കൊടുക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓൺ 31st 2016 8,000 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊടുത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡ് ട്രീറ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എത്ര വരുന്നത്? 8,000 രൂപ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ഈക്വൽ പേ ചെയ്തിട്ടുണ്ടാവും. അത് ഈക്വലത്തെ എക്സ്പെൻഡിച്ചർ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓപ്പണിംഗ് മൈനസ് ചെയ്യണം. എത്ര എമൗണ്ട്? 80,000 8,000 മൈനസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയുന്നത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഇതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് ലയബിലിറ്റി സൈഡ് 10,000 rupees. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അത് ഈക്വലം പേ ചെയ്തില്ല എന്ന് പറയുന്നത്. ഈക്വലം പേ ചെയ്തെങ്കിൽ അത് ഈക്വലത്തെ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ക്ലോസിംഗ് എത്ര എമൗണ്ട്? 10,000 rupees. ഓക്കെ, പിന്നെ അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നെക്സ്റ്റ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. നമ്മൾ അത് എന്ത് ചെയ്യണം? അൺഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ P&L അക്കൗണ്ട് ഐറ്റം കാണിക്കണം ബാലൻസ് ഷീറ്റ്. റിസർവ് പോലെ മാറ്റി വെക്കുന്ന മക്കളെ വേറൊന്നുമല്ല. എത്ര എമൗണ്ട്? 40,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും കാണിക്കണം. കാരണം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. രണ്ട് ട്രീറ്റ്മെന്റ് എന്തായാലും മാൻഡേറ്ററി ആണ്. പിന്നെ പറയുന്നത് വെച്ചാൽ 20%. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളോട് പറയുന്നത് വെച്ചാൽ ടോട്ടൽ സെയിൽസിന്റെ 20% ക്യാഷ് സെയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 20%. നമ്മൾ എന്താ അറിയേണ്ടത്? ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു 80,000 into 100/20. That is equal to 4 lakhs ആണ് എൻ്റെ ഓർമ്മ. 80,000 into 100/20 എന്ന് പറയുന്നത് 4 lakhs. മക്കളെ 4 lakhs ടോട്ടൽ സെയിൽസ് കിട്ടി.
കിട്ടിയ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 4 lakhs കാണിക്കാം. ഓക്കെ, 2 ട്രീറ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ചെയ്തു. അത് മാത്രമല്ല ടോട്ടൽ സെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 4 lakh minus 80,000 that is equal to 3,20,000. മക്കളെ ക്രെഡിറ്റ് സെയിലിന്റെ ജേണൽ എൻട്രി ഇതാ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 3,20,000. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പെർച്ചേസിന്റെ ട്രീറ്റ് ചെയ്യണം. ക്യാഷ് പർച്ചേസ് 48,000 തന്നു കഴിഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 48,000 into 100/20 that is equal to 2,40,000. ഓക്കെ, 2,40,000. അന്നേരം ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 2,40,000 minus 48,000 that is equal to 1,96,000. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ പർച്ചേസ് P&L അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് 2,40,000. ഓക്കെ, അതിനുശേഷം ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേണൽ എൻട്രി എന്താ, ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേണൽ എൻട്രി ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട് ടു ക്രെഡിറ്റേഴ്സ് ബൈ പർച്ചേസ് 1,96,000. മക്കളെ ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് 100% ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആകെ ബാലൻസിങ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, 1,92,000 ആണ്, സോറി 1,92,000. 2,40,000 40,000 മൈനസ് ചെയ്ത് 1,92,000. മക്കളെ നമ്മൾ ബാലൻസ് മാത്രം ചെയ്താൽ മതി. മക്കളെ ബാലൻസ് മാത്രം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബിൽസ് റിസീവബിൾ ബാലൻസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാൻഡേറ്റ് 4 ഐറ്റംസ് ആണ്, 3 ഐറ്റം ഓൾറെഡി ഉണ്ട്. 4ാമത്തെ ഐറ്റം ബൈ ബാങ്ക് ആണ്, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ബിൽസ് റിസീവബിൾ. എത്രയാണ്? 52,000, 28,000 പോയി കഴിഞ്ഞാൽ 24,000, 24K. അപ്പൊ തന്നെ അതെന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കാം, ബിൽസ് റിസീവബിൾ 24,000. അതിനുശേഷം നെക്സ്റ്റ് ബിൽസ് പേയബിൾ ബാലൻസ് ചെയ്യാം, 28 plus 16 44. 44 16 പോയി കഴിഞ്ഞാൽ then you will get 28,000. മക്കൾ ഇവിടെയും അതെന്താന്ന് ടു ബാങ്ക് ബിൽസ് പേയബിൾ പേ ചെയ്തതാണ്. ഓക്കെ മക്കളെ, 4 ഐറ്റം മാൻഡേറ്ററി. ഇതൊന്നും വെറും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. 28,000 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈ ബിൽസ് പേയബിൾ 28,000 അത് ചെയ്തതിന് ശേഷം, അത് രണ്ടും ബാലൻസ് ചെയ്തതിന് ശേഷം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഡെപ്റ്റേഴ്സിൽ 4 ഐറ്റം തന്നു മാൻഡേറ്ററി, അതിന് 3 ഐറ്റംസ് ഓൾറെഡി വന്നു. ക്രെഡിറ്റ് സൈഡ് വന്നു, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് വന്നു, എല്ലാം വന്നു. ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ് കിട്ടേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. 1,60,000 plus 32,000 minus 1,60,000 plus 3,20,000 minus 2,28,000 that is equal to 2,58,000 കിട്ടും. അത് ഒരു ട്രീറ്റ്മെന്റ് എവിടെയും വന്നു. അതേപോലെ നിങ്ങൾ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇന്നർ ക്വാളിറ്റി 2,58,000 കാണിക്കും ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ. ഓക്കെ, അതിനുശേഷം ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ സെയിം എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ ആകെ ക്ലോസിംഗ് ബാലൻസ് ആണ് തരേണ്ടത്. 1,20,000 plus 1,92,000 minus 1,84,000 minus 16,000 that is equal to 1,12,000. ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് 1,12,000 നമ്മൾ അത് ബാലൻസ് ചെയ്ത് ട്രീറ്റ് ചെയ്യും. 1,12,000 മക്കളെ, അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4 ലെഡ്ജർ അക്കൗണ്ട് ടാലി ആയിട്ടുണ്ട്. ഇനി ക്യാഷ് ആൻഡ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ, 1,80,000 plus 20,000 plus 2 lakh plus 88,000 plus 24,000 that is equal to 5,12,000 കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. 80,000 plus 48,000 plus 1,84,000 plus 28,000 plus 40,000 plus 28,000 that is equal to 4,08,000 കിട്ടും. അതിന്റെ കൂടെ 1,04,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,12,000. മക്കളെ, നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തപ്പോൾ ക്യാഷ് ബാങ്ക് ബാലൻസ് ടാലി ആയി. എന്താ ടാലി ആയി? ആ ടാലി ആയി. എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തത് ടാലി ആയി. കാരണം ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽ തന്നിട്ടുണ്ട്, ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. ഒന്നും തരാണ്ടില്ല. അസറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റലും ഡ്രോയിങ്സ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഇഗ്നോർ ചെയ്യുമ്പോൾ തന്നെ ടാലി ആവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അത് ബാലൻസ് ചെയ്തു. അത് വെറുതെ ബാലൻസ് ചെയ്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എനിയിപ്പോൾ ബാലൻസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ
ഇൻവെന്ററി അറിയണം മക്കളെ. ഇൻവെന്ററി നമുക്ക് അറിയില്ല. ഓക്കെ, ഇൻവെന്ററി അറിയില്ല. അത് പക്ഷെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 lakh into 30%. നമ്മളോട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 30% ഓൺ ടേൺ ഓവർ. 4 lakh into 30% എന്ന് പറഞ്ഞാൽ 1,20,000 if I am right. 1,20,000 കിട്ടും. 4,40,000, 4,40,000. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാലൻസിംഗ് ഫിഗർ. 4,40,000 മൈനസ് 1,20,000 മൈനസ് 2,40,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000 കിട്ടുന്നത്. അപ്പോൾ തന്നെ അതെന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിലോട്ട് ട്രീറ്റ് ചെയ്യുക 80,000. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യാം. 3,20,000 പ്ലസ് 60,000 പ്ലസ് 80,000 പ്ലസ് 1,60,000 പ്ലസ് 32,000 പ്ലസ് 80,000 പ്ലസ് 1,80,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 9,12,000 കിട്ടും. 9,12,000. ഓക്കെ, 9,12,000 28,000 മൈനസ് 8,000 മൈനസ് 1,20,000 മൈനസ് 40,000. That is equal to 7,16,000. If I am right, 7,16,000. Opening capital 7,16,000 കാണിക്കുക പ്ലസ് പ്രോഫിറ്റ്. മക്കളെ പ്ലസ് പ്രോഫിറ്റ് റീഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാ എമൗണ്ടും ഔട്ടർ ക്വാളിറ്റി കാണിക്കാം. ഔട്ടർ ക്വാളിറ്റി കാണിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ട്രീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അത് നേരത്തെ അങ്ങനെ എഴുതി വെച്ചോണ്ട് ഇപ്പോൾ ഓർമ്മ. Less provision for doubtful debts 2%. 2,52,000 into 2%, that is equal to 5,040. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2,46,960. 2,46,960. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്നിട്ട് 5,040 ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഡിപ്രിസിയേഷൻ നിങ്ങളൊന്ന് ടോട്ടൽ ചെയ്ത് 7,800 പ്ലസ് 36,000 പ്ലസ് 16,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 59,800. പിന്നെ ആ ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 90,000 8,000 പോയി കഴിഞ്ഞാൽ 82,000. 90,000 8,000 പോയി കഴിഞ്ഞാൽ 82,000. നിങ്ങൾ എന്ത് ചെയ്യാം, പി ആൻഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറ്റും. 1,20,000 പ്ലസ് 20,000, 1,20,000 പ്ലസ് 20,000 മൈനസ് 11,000 മൈനസ് 8,000 മൈനസ് 82,000 മൈനസ് 59,800 മൈനസ് 5,040. That is equal to, if I am right, 25,840 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക ബൈ നെറ്റ് ലോസ്. ബൈ നെറ്റ് ലോസ് 25,840. മക്കളെ ശരിയാണോ? സോറി, ഇവിടെ ഞാൻ പ്രോഫിറ്റിനെ എഴുതി പോയ. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് നമുക്കത് വലിയ ഡീലല്ല. ലെസ് നെറ്റ് ലോസ് 25,840. Then you will get plus 6,90,160. Okay, you will balance it. Tally account add plus 40,000 plus 1,00,000 plus 26,000. Then you will get 8,68,160. Asset side add 3,24,000 plus 61,200 plus 64,000 plus 40,000 plus 2,46,960 plus 28,000 plus 1,04,000. That is equal to 8,68,160. Okay, ഇപ്പോൾ ടാലി